വലൈക്കും വറഹമത്തുള്ള അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു മിസ്സിങ്ങിൻ്റെ ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഇന്നത്തെ തലമുറയിൽ, അതായത് ബാക്കിയുള്ളവരൊക്കെ നന്നായി ജീവിതം ആസ്വദിക്കുന്നു, നമുക്കൊന്നിനും പറ്റണില്ല. നമുക്ക് മതം തടസ്സമാണ്, ദീന് തടസ്സമാണ്, പാരൻസ് തടസ്സമാണ്. ഇങ്ങനെ ഒരു തോന്നൽ പൊതുവേ ദീനിയായ അച്ചടക്കത്തിൽ ജീവിക്കുന്ന ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു മിസ്സിങ് ഉണ്ടോ നമുക്ക്? അതാണ് നമ്മൾ ശരിക്കും നമുക്കൊരു നഷ്ടമുണ്ടോ? ഈ മറ്റുള്ളവരൊക്കെ അനുഭവിക്കുന്ന തിന്മകൾ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളൊരു നഷ്ടമായി കണക്കാക്കേണ്ട കാര്യമാണോ? അതോ ആ തിന്മകളിലൊന്നും ഞാൻ പെട്ടുപോയില്ലല്ലോ എന്ന ഒരു ഭാഗ്യ ചിന്തയാണോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ, ഇന്ന് മിക്കവാറും ഇത്തരം തിന്മകളൊക്കെ ആസ്വദിക്കുന്ന ആളുകൾ അത് പരസ്യമായി പറയും. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ വരുന്ന പോലെ പെൺകുട്ടികളും പറയത്തില്ലേ കൂട്ടുകാരികളോട്, ഞാൻ ഇന്നലെ അങ്ങനെ ചാറ്റ് ചെയ്തു, ഇങ്ങനെ ചാറ്റ് ചെയ്തു, ഇന്ന ആളെ കൂടെ പോയി, പിന്നെ കൂൾബാറിൽ പോയി, ഇതൊക്കെ ഭയങ്കര കാര്യമായിട്ട് പറയും. അപ്പോൾ ഈ കേൾക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും എനിക്കില്ലല്ലോ എന്ന ഒരു നഷ്ടബോധത്തിലേക്ക് അവരെന്ത് ചെയ്യും, വരും. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വിശ്വാസിയായി അള്ളാഹുവിനെ ഭയപ്പെട്ട് പരലോകമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു തെറ്റ് ആസ്വദിക്കാൻ കഴിയില്ല. അതാർക്കെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അത്ര ഈമാനുള്ളൂ. കാരണം ഒരു വ്യക്തി വളരെയധികം കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, എൻ്റെ ചില തെറ്റുകൾ സംഭവിച്ചു, ഞാൻ എന്ത് ചെയ്യുന്നു. അപ്പോൾ ആ തെറ്റുകളൊക്കെ ആസ്വാദനമായി കണ്ട ആളല്ലേ അയാളിപ്പോൾ ആ തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെ അലമുറയിട്ട് കരയാൻ മാത്രം എന്താ? അതായത് നമ്മുടെ മനസ്സ്, ഈ ഈമാനികമായൊരു ബോധം നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ പോലെയല്ല, നമുക്കൊരു സ്വൈരം തരില്ല. അപ്പോൾ ഈ ഒരു ഈമാനും വിശ്വാസവും പരലോകമൊന്നും ഇല്ലാത്ത ആൾക്കാർ ആഘോഷിക്കുന്നത് കണ്ടിട്ട് ഇതൊക്കെ മനസ്സിൽ ധാരണയുള്ളവർ ആഘോഷിക്കാൻ പോയാലേ അവർക്ക് ആ മനസ്സാക്ഷി കുത്തുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അതാണ് പല ആളുകളും വന്നിട്ട് ഈ തിന്മകളിൽ നിന്ന് മടങ്ങി വരുന്ന ആളുകൾ തന്നെ പിന്നീട് ആ ഒരു അവസ്ഥയിൽ തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് കുറ്റബോധമാണ്. ഏത് ഈമ അപ്പോഴാണ് ഉണ്ടായത്, എന്നിട്ട് അന്ന് ചെയ്ത തെറ്റിനെക്കുറിച്ച് ഇന്ന് അവർക്ക് ഉറക്കം കിട്ടണില്ല. അപ്പോൾ എത്രമാത്രമായിരിക്കും. അതുകൊണ്ട് തെറ്റുകളിൽ ഒരു ആസ്വാദനമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇനി ഈവൻ അങ്ങനെ ഉണ്ട് വിചാരിക്കാം, തെറ്റുകൾക്കൊരു ആസ്വാദനം ഉണ്ട് വിചാരിക്കാം. എന്നതിന് നമുക്ക് പറയാനുള്ളത്, ഈ ആസ്വാദനങ്ങൾ നൈമിഷികമാണ്, കുറഞ്ഞൊരു സമയത്ത്. ഈ കുറഞ്ഞ സമയത്തെ ആസ്വാദനത്തിന് എത്രയോ ദീർഘമായ സമയം നമ്മൾ മനസ്സിൽ വേദന സഹിക്കേണ്ടി വരും. പിന്നെന്താ കാര്യം? ഒരു നിമിഷ നേരത്തെ ആസ്വാദനത്തിന് വേണ്ടി വർഷങ്ങളോളം നമ്മൾ മനോവേദന അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ ആ ആസ്വാദനങ്ങൾക്ക് എന്തർത്ഥമാണുള്ളത്? എന്നാൽ നന്മയുടെ ആസ്വാദനങ്ങൾ അത് ലാസ്റ്റ് ചെയ്യും. നിങ്ങളൊരു നല്ല കാര്യം ചെയ്താൽ അത് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് സന്തോഷം കിട്ടും. ഒരു തിന്മ ചെയ്താലോ അത് ഓർക്കുമ്പോഴെല്ലാം നമ്മൾ മനോവേദനപ്പെടും. അതുകൊണ്ട് നന്മകൾക്കാണ് ആസ്വാദനം. നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വിശദീകരിക്കാനാവാത്ത ആനന്ദ മനസ്സുകൾക്ക് നൽകാനാവും. ഒരു ദിവസം പണി ചെയ്ത് വൈകുന്നേരം കൂലി വാങ്ങാൻ പോകുന്നവന് എന്തൊരു ആസ്വാദനം ഉണ്ടാവും. അതേപോലെ തന്നെ നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആസ്വാദനവും വല്ലാത്തൊരു സന്തോഷവും കിട്ടാനുണ്ട്. ഇനി മാത്രമല്ല, ഈ തിന്മകൾ ആസ്വദിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇനിയുള്ളത്? ശാശ്വതമായ നരകല്ലേ. ആ നരകല്ലേ അവർ കാലാകാലം ആസ്വദിക്കേണ്ടത്. എന്നാൽ നന്മകൾക്ക് കിട്ടുന്ന പ്രതിഫലമോ അനന്തമാണ്. ലാ യബഗൂന അൻഹാഹി വല, ഒരു മടുപ്പും തോന്നാത്ത, ഒരു മാറ്റവും ആഗ്രഹിക്കാത്ത സ്വർഗം അനന്തമായി അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മ ചെയ്യുന്നവരുടെ വാർത്തകളും വർത്തമാനങ്ങളും കാണുമ്പോൾ ഒരു മിസ്സിങ് ഫീലിംഗ്, ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്കൊന്ന് ആസ്വദിക്കാൻ പറ്റല്ലോ എന്നൊരു ചിന്ത ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടതില്ല. നമുക്ക് ആസ്വദിക്കാൻ അനുവദനീയമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നാം ചെയ്യുന്ന ഓരോ നന്മകളും നമുക്ക് ആസ്വാദകരമാണ്. ആ നന്മകളെ തുടരുവാനും തിന്മകളിൽ മാറി നിൽക്കാനും ആഗ്രഹിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.